കഴിഞ്ഞിട്ട് ഒരു സാധനം ആർക്കും ചെയ്തിട്ട് ഒരു കാര്യമില്ല. പണിയെടുത്ത് തീർക്കലല്ല. എത്രയോ കേസസ് കണ്ടു. ഉമ്മമാര് മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിട്ടുണ്ടാവും, കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു. അതേ ഉമ്മമാര് മരണപ്പെടുമ്പോഴത്തേക്ക് എല്ലാം ഛിന്ന ഭിന്നമായി പോയി. അവിടെ ഇല്ല, നിലനിൽക്കുന്നില്ല. ഭാര്യ ഭർത്താവ് 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 എന്ന് പറഞ്ഞിട്ട് തന്നെ ജീവിച്ചിട്ടുണ്ടാവും. ബാലൻസിങ് is very much required. Do not thrive yourself in who said for whom कुछ भी नहीं जाएगा. अपना आपका ख्याल रखो. നമ്മളെ നമുക്ക് നോക്കിയെടുക്കണം. നമ്മുടെ മീ ടൈം ഉണ്ടാവണം, നമ്മുടെ ഫിസിക്കൽ കെയർ ഉണ്ടാവണം, നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ ഭർത്താവിന്റെ കൂടെ, നമ്മുടെ ഫാമിലിയുടെ കൂടെ, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ദീനിന് വേണ്ടിയിട്ട്, നമ്മുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട്, അടുത്ത വീട്ടിന് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം ഇൻക്ലൂഡ് ആയതായിട്ടാണ്. നമ്മുടെ ജീവിതം വെറുതെ ഇങ്ങനെ ജീവിച്ച് തീർക്കാനുള്ളതല്ല. പക്ഷെ അതിനെന്തെയ്യരുത്, വല്ലാണ്ട് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യരുത്. 7 ദിവസം തന്നെ പണിയെടുക്കണമെന്നില്ല, ഒരു ദിവസം കഴിയുന്നില്ല, പീരിയഡ്സ് ആണ്, പറ്റുന്നില്ല, കിടന്നോ, എന്നിട്ട് കയ്യോണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോ പൊട്ടിത്തെറിക്കാം. ആരോടാ പൊട്ടിത്തെറിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണോ സ്നേഹത്തോടെ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചത് അവരോട് തന്നെ പൊട്ടിത്തെറിക്കുക. അപ്പൊ അവർക്ക് എന്തേ കാണുന്നുള്ളൂ? പൊട്ടിത്തെറിക്കുന്നതേ കാണുന്നുള്ളൂ, സ്ട്രെച്ച് ചെയ്തത് കാണുന്നില്ല. കാരണം സ്ട്രെച്ച് ചെയ്തത് വെള്ളത്തിലാക്കി നമ്മൾ തന്നെ.